Hello friends, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നഗറ്റ്സ്. അതിനാവശ്യമായ സാധനങ്ങൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. വെളുത്തുള്ളി, ഒരു 3 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. കുരുമുളക് പൊടി, ഉപ്പ്. ഇത്രയും സാധനം നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മൾ ആദ്യം ജാറിലേക്ക് ചിക്കൻ ആഡ് ചെയ്തെടുക്കുക. വെളുത്തുള്ളി, ഉപ്പ്, കുരുമുളക് പൊടി, ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുക. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മൈദ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കനെ നമുക്കിനി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടത് ഒരു മുട്ട നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് വറ്റൽമുളക് പൊടിച്ചത് അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനെ നമുക്ക് ഓരോ ചെറിയ പീസാക്കി ഓരോ ഷേപ്പാക്കി എടുക്കാം. ഞാൻ ചിക്കനെ ഇതുപോലുള്ള ഷേപ്പാക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. സ്ക്വയർ ടൈപ്പോ എന്ത് വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. ഞാൻ ചിക്കനെ ഇതുപോലത്തെ റൗണ്ട് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മുട്ടയിലേക്ക് ഒന്ന് മുക്കിയെടുക്കുക. മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുക. എന്നിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ എല്ലാം ചെയ്യുക. എല്ലാം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സാവധാനം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം.